ത്രിയേക ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയമുള്ളവരെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു വലിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നാം വേദവചനം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഉൽപ്പത്തി 25 മുതൽ 49 വരെ ഇവിടെ ഈ സഹാക്കിൻ്റെ മക്കളെക്കുറിച്ച് പറയപ്പെടുന്നു. ഏശായും യാക്കോബും. യാക്കോബിന് ഒരു അനുഗ്രഹത്തിൻ്റെ മേൽ ഒരു ദാഹമുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും താൻ അനുഗ്രഹിക്കപ്പെടണം. അതിനു വേണ്ടിയിട്ട് തൻ്റെ സഹോദരനെ 2 പ്രാവശ്യം വഞ്ചിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം അദ്ദേഹം എടുത്തു കളഞ്ഞു. പക്ഷേ ഏശായോ ഈ അനുഗ്രഹത്തിൻ്റെ മേൽ ഒരു ഉദാസീനമായിരുന്നു, ഒരു നെഗ്ലിജൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അനുഗ്രഹത്തെ നഷ്ടപ്പെട്ടു. ഒരു സമയം അദ്ദേഹം ഹണ്ടിങ്ങൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ വിശന്നിരുന്നു. സഹോദരൻ യാക്കോബ് പായസം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ചുവന്ന പായസം എനിക്ക് തരണം പറഞ്ഞപ്പോൾ നിൻ്റെ ജ്യേഷ്ഠ അവകാശത്തെ എനിക്ക് വിട്ടുതരണമെന്ന് പറഞ്ഞു. തൻ്റെ അവകാശത്തെ, തൻ്റെ റൈറ്റ്സിന് അദ്ദേഹം വിട്ടുകൊടുത്തു. അത് അദ്ദേഹം ചെയ്ത് തീർത്തിട്ട്. പക്ഷേ അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു, നാം ഇങ്ങനത്തെ അനുഗ്രഹത്തിനെ നെഗ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാപം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. യാക്കോബ് 4-ാം അധ്യായം 17-ാം വാക്യം പറയുന്നു, നന്മ ചെയ്യണം എന്ന് നീ അറിഞ്ഞിരുന്ന് നന്മ ചെയ്യാതിരുന്നാൽ അത് നിനക്ക് പാപമായിരിക്കും. പ്രിയമുള്ളവരെ, നാം ഇന്ന് അനേകർക്ക് എന്തെന്ന് പറഞ്ഞാൽ അനുഗ്രഹം വേണം അവർക്ക്. ചിലർ ഇങ്ങനത്തെ നമുക്ക് അനുഗ്രഹം ലഭിക്കാൻ പറ്റുന്ന കാര്യത്തെ നെഗ്ലക്ട് ചെയ്യുന്നപടിയാൽ അനുഗ്രഹം നഷ്ടപ്പെടുത്തി പോകുന്നു. ഒരു ചിലർക്ക് ഇങ്ങനെ ജീവിച്ചാൽ അനുഗ്രഹം എന്നറിയാം, പക്ഷേ അതിനൊത്ത ജീവിതം അവർ നയിക്കുന്നില്ല. ഒരു ചിലർ യാക്കോബിനെ പോലെ എങ്ങനെയെങ്കിലും അനുഗ്രഹം നയിക്കണം അതിനു വേണ്ടി ഓടുന്നു. നാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിരഹിതമായിരിക്കും. അതിനു വേണ്ടിയിട്ട് മറ്റുള്ളവരെ ചതിച്ചോ മറ്റുള്ളവർക്കുള്ള അനുഗ്രഹത്തെ തട്ടിപ്പറിച്ചോ നാം ചെയ്യാതെ നേർവഴിയിൽ നാം പോകണം. ഇന്ന് ലോകത്തിൽ നോക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെടുവാൻ there are lot of opportunities. We just go and utilize it and we need to grab that. ഇന്ന് അനേകർ അത് ചെയ്യാതിരിക്കുന്നു. ദൈവത്തിന് മുഖപക്ഷമില്ല. There is no partiality with God. നാം അനുഗ്രഹം ലഭിക്കേണ്ട രീതിയിൽ ജീവിച്ചാൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിച്ച് തന്നെ തീരും. റോമർ 2-ാം അധ്യായം 11-ാം വാക്യം, അപ്പോസ്തലർ 10:34, ആവർത്തനം 10:17 നാം വായിച്ചു നോക്കുമ്പോൾ അവിടെ പറയുന്നു, ദൈവത്തിന് ആരോടും മുഖപക്ഷമില്ല. മനുഷ്യർ വേണമെങ്കിൽ ചില വ്യക്തികളോട് പാർഷ്യാലിറ്റി കാണിക്കും, പക്ഷെ ദൈവത്തിൽ അത് ഇല്ല. കായിനോട് പറയുമ്പോൾ ദൈവം ഉൽപ്പത്തി 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, നീ നന്മ ചെയ്തതെങ്കിൽ നിനക്ക് ശ്രേഷ്ഠമില്ലയോ എന്ന് ദൈവം സംസാരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം നന്മ ചെയ്യുമ്പോൾ, നാം ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടുന്ന രീതിയിൽ ഒരു ജീവിതം നയിക്കുമ്പോൾ, അങ്ങനെ നന്മയായ കാര്യങ്ങൾ നമ്മിൽ ഇരിക്കുമ്പോൾ ദൈവം തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. നാം ആ വഴി നടക്കാതെ പാപത്തിൻ വഴി നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശാപം കടന്നു വരും. പ്രിയമുള്ളവരെ, വേദവചനം എടുത്ത് നോക്കുമ്പോൾ അനേക വഴികളുണ്ട്. അനുഗ്രഹം ഇങ്ങനെ ചെയ്താൽ അനുഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കെല്ലാവற்றைയും ചിന്തിക്കുവാൻ ഇന്ന് സമയം ഇല്ലാത്തപടിയാൽ ഒരു ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു 4-5 കാര്യങ്ങൾ മാത്രം ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. നാം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നാം ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാകുന്നു. ആദ്യ പാപം തന്നെ ഒരു അനുസരണക്കേട് മൂലമായിട്ട് ഈ ലോകത്തിൽ, ഈ ഭൂമിയിൽ ശാപം കടന്നു വന്നു. നാം ദൈവത്തെ അനുഗ്രഹിക്കുമ്പോൾ, ദൈവത്തെ ഞാൻ അനുസരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം കടന്നു വരും. ആവർത്തനം 28-ാം അധ്യായം 1 മുതൽ 14 വചനങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അവിടെ ദൈവം ഒരു മനുഷ്യൻ ദൈവത്തെ അനുസരിച്ചാൽ എങ്ങനെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. നീ പോകുകയിലും വരികയിലും അനുഗ്രഹിക്കപ്പെടും. നീ വാലാകാതെ തലയാകും, കീഴാകാതെ മേലാകും. നീ കൈയിട്ട് ചെയ്തത് സകലം യഹോവ നിന്നെ അനുഗ്രഹിക്കും. നീയോ വായ്പ വാങ്ങത്തില്ല, അനേകർക്ക് വായ്പ കൊടുക്കും എന്ന് പറയുന്നു. തുടർന്നുള്ള വചനങ്ങൾ അവസാനം വരെ നാം വായിച്ചു നോക്കുമ്പോൾ ഒരു വ്യക്തി ദൈവത്തെ അനുസരിച്ചില്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ വരുന്ന ശാപങ്ങൾ, നീ അനേകരിടത്തിൽ വായ്പ വാങ്ങും, ദാരിദ്ര്യം നിനക്ക് ഉണ്ടാകും, പോകുകയിലും വരികയിലും നിനക്ക് നഷ്ടം സംഭവിക്കും, നീ കൈയിട്ട് ചെയ്തതിലൊക്കെ നഷ്ടം ഉണ്ടാകും എന്ന് വേദവചനം പറയും. നാം ദൈവത്തിൽ നിന്ന് അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നാം ചെയ്യേണ്ട ഒരു കാര്യം ഈ ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാകുന്നു. അന്ന് അബ്രഹാം ദൈവത്തെ അനുസരിച്ചപടിയാൽ അദ്ദേഹം സന്തതിയും അനുഗ്രഹിക്കപ്പെട്ടു. പ്രിയമുള്ളവർ,
നാം അനുഗ്രഹിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ അത് നമുക്ക് മാത്രമല്ല, നമ്മുടെ പ്രിയപ്പെട്ടവരും ദൈവം അനുഗ്രഹിക്കുന്നു. 1000 തലമുറ ദൈവം അനുഗ്രഹിക്കുന്നു. പക്ഷേ ഒരു വ്യക്തി മൂലമായിട്ട് ശാപം വരുമ്പോൾ അവൻ്റെ 3ാം 4ാം തലമുറ മുതൽ ശാപം വരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പ്രിയമുള്ളവർ, നാം ദൈവത്തെ അനുസരിക്കുകയും ദൈവഭയത്തോടു കൂടി ജീവിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും. സങ്കീർത്തനം 128 അധ്യായം വായിച്ചു നോക്കുമ്പോൾ ദേഹോവെ ഭയപ്പെടുന്ന ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ അനുഗ്രഹിക്കപ്പെടും എന്ന് പറയപ്പെടുന്നു. അവൻ്റെ സന്തതിയെ ദൈവം അനുഗ്രഹിക്കും. മക്കളുടെയും അവൻ കാണും. അവന് രോഗമൊന്നും വരാതെ യെരൂശലേമിൻ്റെ സമാധാനത്തെ കാണും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പ്രിയമുള്ളവരെ, നാം ദൈവത്തെ ഭയപ്പെടുമ്പോൾ ഇന്ന് അനേകർ കുടുംബത്തിൽ കാണപ്പെടുന്നത് കുടുംബനാഥനിൽ ഒരു ദൈവഭയമില്ല, ഒരു പ്രാർത്ഥന ജീവിതമില്ല. അപ്പോൾ എങ്ങനെ ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും? കുടുംബത്തെ സമാധാനം വരുത്തില്ല. ഞാൻ പ്രാർത്ഥന മൂലമായിട്ട് അനേകരെ കുടുംബത്തിലുണ്ട്. ഏതൊക്കെ കുടുംബനാഥൻ ഒരു ദൈവഭയമുണ്ടോ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ അനുസരിക്കും, മക്കൾ അനുസരിക്കും. അങ്ങനെ തീർച്ചയായിട്ടും ഒരു കുടുംബനാഥൻ ദൈവത്തെ അറിയേണ്ടത് ആവശ്യം. ഒരു കുടുംബനാഥൻ ദൈവത്തെ ഭയപ്പെടേണ്ടത് ആവശ്യം. ഒരു കുടുംബനാഥൻ ഒരു പ്രാർത്ഥനയുള്ള ജീവിതം നയിക്കേണ്ടത് ആവശ്യം. എന്നാൽ മാത്രമേ ദൈവത്തിൽ നിന്ന് ഒരു അനുഗ്രഹം വരുവാൻ സാധിക്കത്തുള്ളൂ. ആ വ്യക്തി മുഖാന്തരമായിട്ട് ആ കുടുംബം വരും എന്ന് വെച്ച് ബാക്കി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എല്ലാവരും ചെയ്യണം. രണ്ടാമത്തത്, ദൈവത്തെ അനുസരിക്കുന്ന പടികൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം കടന്നു വരുന്നു. രണ്ടാമത്തെ കാര്യം, ദൈവത്തിന് കൊടുക്കുമ്പോൾ മൽക്കിയ പുസ്തകം 3-ാം അധ്യായം 8 മുതൽ 10 വചനം വായിച്ചു നോക്കുമ്പോൾ അവിടെ ദശാംശം കൊടുക്കണം എന്ന് പറയപ്പെട്ടിരിക്കുന്നു. ദശാംശം പറഞ്ഞാൽ എന്താ? നമ്മുടെ വരുമാനത്തിൽ 10-1 ഭാഗം ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു കാര്യം. ഇന്ന് അനേകർ അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അതൊക്കെ പഴയ നിയമത്തിലൂടെ തീർന്നു, പുതിയ നിയമത്തിൽ അത് ഇല്ല എന്നവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മളിൽ ദൈവം അനുഗ്രഹിച്ചിട്ടുന്ന സാമ്പത്തികത്തെ നാം ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടി ഒരു പങ്ക് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മെ ദൈവം അനുഗ്രഹിക്കും. ഞാൻ അങ്ങനെ അനുഗ്രഹിക്കുന്നില്ലയോ എന്ന് നിങ്ങൾ ചോദിച്ചു നോക്കുക എന്ന് ആ ദൈവത്തിൻ്റെ വചനം പറയുന്നു. അങ്ങനെ നാം കൊടുക്കുന്നില്ലെങ്കിൽ നാം ദൈവത്തെ ചതിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പ്രിയമുള്ളവരെ, നാം ദൈവത്തിന് കൊടുക്കണം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 38-ാം വചനത്തിൽ കൊടുക്കുമ്പോൾ നാം ദൈവത്തെ കൊടുക്കുമ്പോൾ ദൈവം നമുക്ക് നിറഞ്ഞ് കഴിയുന്ന രീതിയിൽ നമ്മെ അനുഗ്രഹിക്കും. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 6-ാം വചനത്തിൽ പറയുന്നു, നീ വന്നിട്ട് അനുഗ്രഹിക്കുന്നവരെ ദൈവത്തിൻ്റെ ഹൃദയം അവർ അനുഗ്രഹിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നാം ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ പണം മാത്രമല്ല, നാം സമയം കൊടുക്കണം. ദൈവത്തിന് വേണ്ടി സമയം കൊടുക്കണം. 24 മണിക്കൂർ ഒരു അരമണിക്കൂറെങ്കിലും അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും ദൈവസന്നിധിയിൽ ഇരിക്കണം. ദൈവത്തോട് ചങ്കിടണം, ദൈവത്തോട് സംസാരിക്കണം, പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ നിന്ന് വചനം വായിക്കണം, പ്രാർത്ഥിക്കണം, ധ്യാനിക്കണം. അങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. മൂന്നാമത്തെ ഒരു കാര്യം, ദൈവം ആരെയാണ് അനുഗ്രഹിക്കുന്നത്? ദൈവവേല ചെയ്യുന്നവരെ ദൈവം അനുഗ്രഹിക്കും. ദൈവവേല ചെയ്യുമ്പോൾ നാം ജാഗ്രതയോട് കൂടി ചെയ്യണം, സത്യസന്ധതയോട് കൂടി ചെയ്യണം. വിശുദ്ധ പൗലോസ് പറയുന്നു, ഈ ശ്രേഷ്ഠമായ ഭാഗ്യമുള്ള ഈ വരങ്ങളും ഈ ദൈവ ശുശ്രൂഷയും എനിക്ക് തന്നതിന് കാരണം എന്നിലുള്ള സത്യസന്ധത ദൈവം കണ്ടുകൊണ്ട് സത്യസന്ധതയോട് കൂടി സിൻസിയറോട് ചെയ്യുമ്പോൾ ദൈവം അനുഗ്രഹിക്കും. ദൈവവേല എന്ന് പറയുന്നത് വലിയ ഇവാഞ്ചലിസ്റ്റോ അല്ല വലിയ പ്രോഫറ്റ് അതുമാത്രമല്ല, ഏതൊരു കാര്യം ദൈവരാജ്യം കെട്ടപ്പെടുവാൻ നാം ചെയ്യുന്നു. നിങ്ങളുടെ സൺഡേ സ്കൂളിൽ ഒരു ചെറിയൊരു പണി ചെയ്യാം, അല്ലെങ്കിൽ കമ്മിറ്റി മെമ്പേഴ്സായിരിക്കാം, ഇങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നവരായിരിക്കാം. എന്ത് ചെയ്താലും അത് ദൈവത്തിൻ്റെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, യെരമ്യ 10:48 പറയുന്നു, ദൈവം ജാഗ്രതയോടുകൂടി, യെരമ്യ 48:10 ജാഗ്രതയില്ലാതെ ചെയ്യുമ്പോൾ ശാപം കടന്നു വരും. അതേപോലെ നാലാമത്തെ ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം, നിൻ്റെ അപ്പനും അമ്മയും ബഹുമാനിക്കുക. നിൻ്റെ അപ്പനും അമ്മയും ബഹുമാനിക്കുമ്പോൾ ദൈവം അനുഗ്രഹിക്കും. ഇന്ന് നോക്കുമ്പോൾ അനേക എൽഡർലി പേരൻസ് അവർക്ക് മക്കൾ അവർ സമയം കൊടുക്കുന്നില്ല, അവരന്വേഷിക്കുന്നില്ല. ചില കുടുംബങ്ങൾ ശരിക്കും ഭക്ഷണം ട്രീറ്റ്മെൻ്റ് ഇല്ലാതെ ജീവിക്കുന്നു. എത്ര അമ്മമാർ ഓൾഡ് ഏജ് ഹോമിൽ പോയിരിക്കുന്നു. എത്ര അമ്മമാർ ആരുമില്ലാത്ത പടിയാൽ സൂസൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ നാം പേപ്പറിലും മറ്റ് മീഡിയാസിലും നാം വായിക്കാം. എത്ര വേദനയുള്ള ഒരു കാര്യം.
പ്രിയമുള്ളവർ, നമ്മുടെ അപ്പനമ്മ നമുക്ക് ചെയ്തതിന് നമ്മുടെ സമ്പാദ്യം മുഴുവനും അവർക്ക് കൊടുത്താലും അത് ഒട്ടും കുറവാകത്തില്ല. ചില കുടുംബങ്ങളിൽ 3-4 മക്കളുള്ളവർ ഒരുവൻ മാത്രമായിരിക്കും അപ്പനെ നോക്കുന്നത്. ബാക്കി എല്ലാവരും നല്ല സ്മാർട്ടായിട്ട് കൈ ഒഴിഞ്ഞ് നിൽക്കും. അവൻ ചെയ്യട്ടെ, നമ്മൾ ഒതുങ്ങി നിന്നാൽ അവൻ ചെയ്തോളും എന്ന് ചിന്തകൾ. നിങ്ങൾ ഒന്നും ഓർക്കണം, ഇതൊന്നും ഒരു വലിയ സാമർഥ്യമല്ല, ഇതൊന്നും വലിയ ഇൻ്റലിജൻറ്റ് തിങ് അല്ല. അതിന് ശക്തമായ ശിക്ഷ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. നമ്മുടെ അപ്പനും അമ്മയും നാം നോക്കേണ്ട ആവശ്യമായിരിക്കും. എനിക്കൊരു സഹോദരി അറിയാം. അവളുടെ അപ്പന് വന്നിട്ട് ഒരു കണ്ണിന് കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, കാറ്ററാക്ട്. ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യാൻ ഇത്ര ആയിരങ്ങൾ വരുമ്പോൾ പറഞ്ഞവരുടെ മക്കൾ ഒരുവരും പോലും അതിൻ്റെ ചിലവ് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. സംഭവിച്ചത് ആ അപ്പൻ ബ്ലൈൻഡായി ഈ ലോകത്തെ വിട്ട് കടന്നുപോയി. എന്നിട്ട് അതേ പിള്ളേർ ഫേസ്ബുക്കിൽ ഞാൻ കാണാറുണ്ട്. ഫേസ്ബുക്കിൽ വന്നിട്ട് പറയുന്നത്, അയ്യോ ഐ മിസ് മൈ അച്ചായൻ, ഐ മിസ് മൈ പപ്പ, ഐ ലവ് ഹിം, ഹീ ഈസ് മൈ സ്ട്രെങ്ത് എന്ന് പറഞ്ഞ് തള്ളിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാണാറുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനത്തെ പോസ്റ്റ് ഇട്ടിട്ട് ഈ ലോകത്തെ ചതിക്കാം. അത് കാണുന്നവർ ഒരുപക്ഷെ ഓർക്ക്, അയ്യോ അപ്പൻ്റെ മേൽ എത്രമാത്രം സ്നേഹമുള്ള മക്കൾ എന്ന്. പക്ഷെ ദൈവം ഇരിക്കുന്നു, ദൈവത്തിന് സകലവും ദൈവത്തിന് മുമ്പതായിട്ട് എവറിത്തിങ് ഈസ് നെക്കഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ്. ദൈവത്തിന് അറിയാം നാം അങ്ങനെ ഒരു അനീതി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ നമുക്ക് ഒന്നേ കിട്ടൂ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, വെളിപ്പാട് സുവിശേഷം 22-12 വാക്യം, അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കതായ ശിക്ഷ എന്നോട് കൂടെ വരുന്നു എന്ന്. ഈ മനുഷ്യനെയും ലോകത്തെയും നമുക്ക് പറ്റിക്കാം, പക്ഷേ ദൈവത്തിന് നാം പറ്റിക്കാൻ പറ്റത്തില്ല. നാം എവിടെയൊക്കെ അനീതി ചെയ്യുന്നോ, നാം എവിടെയൊക്കെ പാപം ചെയ്യുന്നോ, നാം എവിടെയൊക്കെ കുറ്റം ചെയ്യുന്നോ, അതിനുള്ള ശിക്ഷ നമുക്ക് വന്നു. 1 കൊരിന്ത്യർ 5-10 വചനം വായിച്ചു നോക്കുമ്പോൾ നാം ദൈവത്തിന് സകലത്തിനും കണക്ക് കൊടുക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന് ആരും മറന്നു പോകേണ്ട. നമുക്കും നാളെ ഇതുപോലെ ഏജ് പീരിയഡ് വരും, അന്നും നമുക്കും ഇങ്ങനത്തെ ഒരു വേദന വരും എന്നൊരു കാര്യം മറന്നു പോകരുത്. Remember that these days are waiting for us. അപ്പനും അമ്മയും ബഹുമാനിക്കുക. എൻ്റെ പ്രാർത്ഥന ജീവിതത്തിൽ അപ്പനും അമ്മയെ നോക്കിയവർ അനുഗ്രഹിക്കപ്പെട്ട സന്തതി അനുഗ്രഹിക്കപ്പെട്ട് ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. അതേസമയം അപ്പനമ്മയെ നോക്കാത്തവർ തകർന്ന് തരിപ്പണമായി പോയ സന്തതികൾ തന്നെ ദാരിദ്ര്യത്തിലും കഷ്ടങ്ങളിലും പോയ കുടുംബങ്ങളിൽ ഞാൻ അറിയാം. എൻ്റെ അപ്പനും അമ്മയും മനസ്സിലാക്കുക. കൊച്ചു പിള്ളേർ ഇന്നത്തെ ഒരു ഫാഷനാണ്. They don't respect your parents. You have to obey your parents. അത് ദൈവത്തിൻ്റെ ഒരു കാര്യമായിരിക്കുന്നു. നാം അപ്പനും അമ്മയും നാം ബഹുമാനിക്കണം. എന്നാൽ മാത്രമേ അവർ ജീവനോട് ഇരിക്കുന്ന സമയത്തിൽ അവർക്ക് സമയം കൊടുക്കാതെ അവർക്ക് കാര്യങ്ങൾ ചെയ്ത് മരിച്ചതിന് ശേഷം എത്ര വലിയ മെമ്മോറിയൽ പ്രെയർ നടത്തിയിട്ടും ഒരു കാര്യമില്ല, വലിയ ദാനധർമ്മം നടത്തിയിട്ടും ഒരു കാര്യമില്ല. പ്രിയമുള്ളവരെ, അതിന് 2 കാര്യം സംഭവിക്കും. നന്നായിട്ട് നോക്കിയാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും, നന്നായിട്ട് നോക്കിയില്ലെങ്കിൽ ശാപം വരും കുടുംബത്തിൽ. അതിലൊരു സംശയമില്ല. അടുത്തതായിട്ട് നാം ദൈവത്തെ അനുഗ്രഹിക്കണമെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം, ഈ റെസ്പെക്ട് എൽഡേഴ്സ്. ലേവ്യ പുസ്തകം 19-32 വാക്യം പറയുന്നു, നരച്ചവനെ കാണുമ്പം എഴുന്നേൽക്കുക. ഇന്നത്തെ ജനറേഷൻസിന് എൽഡേഴ്സിനെ റെസ്പെക്ട് ചെയ്യണമെന്ന് എന്നൊരു കാര്യമേ അറിയത്തില്ല. മാതാപിതാക്കൾ അത് ശ്രദ്ധിക്കണം. ചെറുപ്പക്കാർ ഇവരെ റെസ്പെക്ട് ചെയ്യണം. അവർ തരുന്ന ഉപദേശത്തെ നാം സ്വീകരിക്കണം. അവർ അനേക ജീവിത അനുഭവങ്ങളോടാണ് പറയുന്നത്. ചെറുപ്പക്കാർക്കൊക്കെ ഒരു വലിയൊരു വിചാരമുണ്ട്, ഞങ്ങൾക്ക് എല്ലാം അറിയാം, എൽഡേഴ്സ് ആർ ഫൂൾസ്, എനിക്കെല്ലാം അറിയാം. ബുദ്ധിയും അതല്ല. അവരുടെ അനുഭവങ്ങൾ കണ്ടു പഠിക്കുക. അവർ ഉപദേശിക്കുമ്പോൾ അത് ചെവി കൊടുത്ത് കേൾക്കുക. പ്രിയമുള്ളവർ, എൽഡേഴ്സിനെ അനുഗ്രഹിക്കുക. അതേപോലെ ബൈബിൾ ഓഫൻ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കാര്യം, അനാഥകരും വിധവയും ആദരിക്കണം. അവരുടെ ഹൃദയം വേദനപ്പെടുന്ന രീതിയിൽ നടന്നാൽ ശിക്ഷവും ഉണ്ട്. കാരണം അവർ ഇന്ന് ആ സിറ്റുവേഷനായിരിക്കുന്നത് ദൈവത്തിൻ്റെ തിരുഹിതമത്രേ. വേദവചനം പറയുന്നു, നാം പാവപ്പെട്ടവർ സഹായിക്കുമ്പോൾ നാം ദൈവത്തിന് കടം കൊടുക്കുന്നതിന് തുല്യമായിരിക്കും. ഗോഡ് വിൽ റീപേ. അതേപോലെ അവരെ ശിക്ഷിക്കുന്നവർ അവൻ്റെ സൃഷ്ടാവിനെ അത്രേ സൃഷ്ടിക്കുന്നത് എന്നൊരു കാര്യം മറന്നു പോകരുത്. ദൈവത്തെ അനുസരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം വരും.
ദൈവത്തിന് കൊടുക്കുമ്പോൾ നമുക്ക് അനുഗ്രഹം ലഭിക്കും. ദൈവവേല ചെയ്യുന്ന പടിയാൽ, അവരെ താങ്ങുന്ന പടിയാൽ നമുക്ക് അനുഗ്രഹമുണ്ടാകും. മാതാപിതാക്കളെ ബഹുമാനിക്കും, എൽഡേഴ്സിനെ ബഹുമാനിക്കുമ്പോൾ, ഈ സമൂഹത്തിലുള്ള പാപപ്പെട്ടവർ, അനാഥർ, വിധവരെ ആദരിക്കുമ്പോൾ, സമൂഹത്തിന് അതിന് ഡിസേർവാളുള്ളവരെ സഹായിക്കുക, ദൈവമഹത്വത്തിന് വേണ്ടി ജീവിക്കുക, നമ്മിലുള്ള നന്മയെ കണ്ട് മറ്റുള്ളവർ ദൈവത്തെ അറിഞ്ഞ് അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? നിങ്ങളെ തന്നെ സ്വയ പരിശോധിച്ച് നോക്കുക. ഈ പറഞ്ഞ ധ്യാനിച്ചുകൊണ്ട് ദൈവത്തെ നമ്മെ അനുഗ്രഹിക്കുന്ന ഒക്കെ അവനെ ജീവൻ നയിക്കുക. മാത്രമല്ല, വേദവചനത്തെ എടുത്ത് ആരാഞ്ഞ് നോക്കുക. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് സുവിശേഷം വരെ അനുഗ്രഹം ലഭിക്കാൻ എങ്ങനെയൊക്കെ ജീവിക്കണമോ അങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമുള്ളതായി മാറ്റും. നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവ്, അവിടുത്തെ തൃപ്പാദത്തിൽ ഞങ്ങൾ വരുന്നപ്പ, ഈ നല്ലൊരു സന്ദേശത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രമപ്പ. അബ്ബാ പിതാവെ, എന്നോട് കൂടെ ചേർന്ന് ആരൊക്കെ പ്രാർത്ഥിക്കുന്നു, എന്നോട് കൂടെ ചേർന്ന് ആരൊക്കെ വചനത്തെ അനുസരിക്കുന്നു, അവരെ ദൈവം അനുഗ്രഹിക്കണമേ. പ്രിയമുള്ളവരെ, നിങ്ങൾ അനേകർ ചില അനുഗ്രഹത്തിന് കുറവായിരിക്കുന്നു. അനേകരുടെ ജീവിതത്തിൽ എല്ലാം ഉള്ളതുപോലെ ഇരുന്നാലും ഏതോ ഒരു കുറ അവരുടെ ജീവിതത്തിൽ വളരെയധികം വേദന അനുഭവിക്കുന്നു. ഒരു അനുഗ്രഹത്തിൻ്റെ കുറവിന് വേണ്ടി, ഒരു അനുഗ്രഹ കുറവുള്ളപ്പോൾ നിങ്ങളുടെ ജീവിതം പലർക്കും ഒരു പ്രയാസത്തിലിരിക്കുന്നത് കാണുന്നു. ഈ ദൈവത്തെ സ്നേഹിക്കുക, ഈ ദൈവത്തെ അനുസരിക്കുക, ഈ ദൈവത്തോട് പങ്ക് ചെലവിടുക, ദൈവത്തിനോട് നിങ്ങളുടെ സമയം കൊടുക്കുക, ഈ ദൈവത്തെ അങ്ങനെ ആശ്രയിച്ചിരിക്കുക, ദൈവഭയത്തോടു കൂടി ജീവിക്കാൻ നിങ്ങളൊരു തീരുമാനമെടുത്ത് നിങ്ങൾ ദൈവത്തോട് അധികമായിട്ട് നേരം പങ്കിടുമ്പോൾ, ചെലവഴിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ മാറും, ബുദ്ധിമുട്ടുകൾ മാറും, എല്ലാ ദാരിദ്ര്യങ്ങൾ മാറും, അനുഗ്രഹ കുറവുകൾ മാറും. പരിശുദ്ധ പിതാവേ, ആരൊക്കെ ഏതൊക്കെ അനുഗ്രഹ കുറവുകൾക്ക് വേണ്ടി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവരെ ദൈവം അനുഗ്രഹിക്കണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറട്ടെ. അബ്ബാ പിതാവേ, ജോലിക്കൊല വഴി തുറക്കപ്പെടട്ടെ. അബ്ബാ പിതാവേ, കുടുംബജീവിതം ഉണ്ടാകട്ടെ, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകട്ടെ, രോഗങ്ങൾ വിട്ടുമാറിപ്പോകട്ടെ. ഇന്നും എന്തൊക്കെ ദുഃഖമുണ്ടോ എൻ്റെ പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തെ ദൈവം മാറ്റണമേ. പരിശുദ്ധ പിതാവേ, ഈ കാണുന്ന എൻ്റെ എളിയ സഹോദരനക്കായിട്ട്, എളിയ സഹോദരിക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവേ. അയ്യോ പിതാവേ, എത്ര ജനങ്ങൾ തകർന്ന് കരയുന്നപ്പ, ഞങ്ങളാര് സഹായിക്കും, ഞങ്ങൾക്ക് ആര് സഹായിക്കും, ഞങ്ങൾക്ക് ഇതിൽ എങ്ങനെ കരകയറുമെന്ന് കരയുന്ന ഓരോ സഹോദരന് വേണ്ടിയിട്ടും ഓരോ സഹോദരിക്ക് വേണ്ടിയിട്ടും അവിടുത്തെ പാദപീഠത്തെ ഞാൻ പാദപീഠത്തിൽ ഒന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. എൻ്റെ ഈ സഹോദരിക്കും നിൻ്റെ വിടുതൽ ദൈവം കൊടുക്കണമേ. അവർ പ്രതീക്ഷിക്കുന്ന നന്മ കൊടുക്കണമേ. അതിൻ്റെ അപ്പുറമായിട്ട് വഴി ദൈവം തുറന്ന് കൊടുക്കണമേ. പരിശുദ്ധ പിതാവേ, ദൈവത്തിൻ്റെ ഒരു അത്ഭുതകരം തൊട്ട് അവർക്കൊരു വഴി തുറന്ന് കൊടുക്കണമേ. ഏത് കാര്യത്തെക്കുറിച്ച് അപേക്ഷിക്കുന്നോ അതിൽ വിടുതൽ ഉണ്ടാകട്ടെ, ഏത് കാര്യത്തിൽ അപേക്ഷിക്കുന്നോ അതിലൊരു നന്മ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യുന്ന പടിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സകല മാനമഹത്വം അങ്ങേക്ക് മാത്രം തരുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളുടെ കണ്ണുനീരുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെ ദൈവത്തെ കൂടുതലായിട്ട് വിശ്വസിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ അനുസരിക്കുക, ദൈവഭയത്തോടു കൂടി ജീവിക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നന്മയും ഉയർച്ചയും കാണും. വീണ്ടും ഒരു പ്രാവശ്യം അടുത്തൊരു മെസ്സേജുമായിട്ട് വരുന്നവരെ ഞാൻ പ്രാർത്ഥനയോടെ കൂടി നിർത്തുന്നു. നിങ്ങൾ ഏവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.